ഓം ശ്രീ നാരായണ പരമഗുരവേ നമഃ. ശ്രീനാരായണ ധർമ്മം അർത്ഥവിവരണവും വ്യാഖ്യാനവും സ്വാമി മുക്താനന്ദയതി. ശ്ലോകാലാപനം മാതാ നിത്യചിന്മയി. അഷ്ടമസർഗം പഞ്ചമഹായജ്ഞം. ഈ അധ്യായത്തിൽ പ്രതിപാദിക്കുന്നത് ഗൃഹസ്ഥൻ അനുഷ്ഠിക്കേണ്ട 5 തരത്തിലുള്ള യജ്ഞങ്ങളെക്കുറിച്ച് പറയുകയാണ്. യജ്ഞമെന്ന പദം നമ്മൾ കേട്ടിട്ടുണ്ട്. സാമാന്യ ജനങ്ങൾക്ക് യജ്ഞമെന്ന് കേൾക്കുമ്പോൾ പലതരത്തിലുള്ള അർത്ഥബോധങ്ങളാണ് ഉണ്ടാകുന്നത്. ഒന്ന്, ഇന്ന് ചിലയിടങ്ങളിലൊക്കെ വലിയ വലിയ യജ്ഞങ്ങളും യാഗങ്ങളും ഒക്കെ ആൾക്കൂട്ടത്തെ ക്ഷണിച്ചു വരുത്താനായിട്ട് ചെയ്യുന്നുണ്ട്. വലിയ അഗ്നികുണ്ഡം ഉണ്ടാക്കിയിട്ട് അതിലേക്ക് ഹോമദ്രവ്യങ്ങൾ അർപ്പിച്ചുകൊണ്ടുള്ള മന്ത്രജപത്തോട് കൂടിയിട്ടുള്ള യജ്ഞങ്ങൾ. ആ യജ്ഞങ്ങൾ വാസ്തവത്തിൽ യഥാർത്ഥ യജ്ഞമാണോ? യജ്ഞമെന്ന വാക്കിൻ്റെ അർത്ഥം ഈശ്വരാർപ്പിതമായി ചെയ്യുന്ന കർമ്മം എന്നാണ്. ഈശ്വരനിൽ അർപ്പിച്ചുകൊണ്ട് ചെയ്യുന്ന കർമ്മം, അതിനെയാണ് യജ്ഞം എന്ന് പറയുന്നത്. അങ്ങനെ അർപ്പിച്ചുകൊണ്ട് ചെയ്യുമ്പോൾ ആ കർമ്മത്തിൽ നിന്ന് നാം ഒരിക്കലും സ്വാർത്ഥമായിട്ടൊന്നും ആഗ്രഹിക്കാൻ പാടില്ല. അതുകൊണ്ട് യജ്ഞങ്ങളെല്ലാം തന്നെ നിഷ്കാമമായിരിക്കണം, കാമരഹിതമായിരിക്കണം. കാമരഹിതമാകണമെങ്കിൽ എന്തു വേണം? അഹങ്കാരം ഉണ്ടാകാൻ പാടില്ല. കർമ്മം ചെയ്യുമ്പോൾ, കർമ്മം യജ്ഞരൂപത്തിൽ അനുഷ്ഠിക്കുമ്പോൾ അഹങ്കാരം ഉണ്ടാകാൻ പാടില്ല. അഹങ്കാരം എന്ത് ചെയ്യണം? അപ്പോൾ അഹങ്കാരം ഇല്ലാതാകണമെങ്കിൽ അഹങ്കാരത്തിന് പകരം കർമ്മം എൻ്റേതല്ല, എനിക്ക് കർമ്മം ചെയ്യാനുള്ള ശേഷിയോ ശേമുഷിയോ ഒന്നുമില്ല, ഈശ്വരന് മാത്രമാണ് കർമ്മം ചെയ്യാനുള്ള ശക്തിയുള്ളൂ, എല്ലാ കർമ്മങ്ങളും ഈശ്വരൻ്റേതാണ് എന്ന് നാം മനസ്സിലാക്കണം. എന്നിട്ട് ഞാൻ കർമ്മം ചെയ്യുന്നു എന്ന ഭാവം കളയണം. ഞാൻ കർമ്മം ചെയ്യുന്നു എന്ന ഭാവം കളയുമ്പോൾ തന്നെ ഈശ്വരൻ കർമ്മം ചെയ്യുന്നു എന്ന ഭാവം വളരണം. അപ്പോൾ ഈ ശരീരം ചെയ്യുന്ന കർമ്മങ്ങളോ, ശരീരം ഈശ്വരന് പ്രവർത്തിക്കുവാനുള്ള ഒരു ഉപകരണം മാത്രമാണ്. നാം സംസാരിക്കുന്നതും കൈകൾ കൊണ്ട് എടുക്കുന്നതും കൊടുക്കുന്നതും കാലുകൾ കൊണ്ട് നടക്കുന്നതും ഒക്കെ ഈ ഉപകരണത്തെ ഈശ്വരൻ പ്രവർത്തിപ്പിക്കുന്നതാണെന്ന് അവബോധം നമ്മുടെ ഉള്ളിൽ വരികയാണെങ്കിൽ നമ്മുടെ ജീവിതം യജ്ഞമായി മാറി. അപ്പോൾ ഈ അഗ്നികുണ്ഡത്തിലിട്ട് കത്തിക്കുന്നത് ഒക്കെ ആ യജ്ഞത്തിൻ്റെ ഒരു എക്സാമ്പിൾ മാത്രമാണ്, ഉദാഹരണം മാത്രമാണ്. അങ്ങനെയാണ് ജീവിതമെന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ആ ഒരു ഗ്രാഫിക് ലാംഗ്വേജ് എന്ന് ആധുനിക ഭാഷയിൽ പറയും, ഒരു ചിത്രഭാഷ പൂർവികരായ മുനിമാർ കണ്ടെത്തിയത്. അല്ലാതെ ഇവിടെ ഹോമം ചെയ്താൽ ഒരുപാട് കാര്യങ്ങൾ നടക്കും എന്നൊക്കെ പറയുന്നത്, അതിൽ ഒരുപാട് അവാസ്തവികതകളുണ്ട്. ഹോമം ചെയ്യുമ്പോൾ നമ്മൾ അതിൽ നിന്ന് ഒരുപാട് കാര്യങ്ങൾ പഠിച്ചാൽ ഒരുപാട് ഗുണമുണ്ടാകും. ആ ഹോമം ചെയ്യുന്നതിലേക്ക് ഇട്ടുകൊടുക്കുന്നതെല്ലാം ഈശ്വരനിലേക്ക് ഞാൻ എൻ്റെ ജീവിതത്തെ അർപ്പിക്കുന്നതാണെന്ന ബോധമുണ്ടെങ്കിൽ ആ ബോധം നമ്മളെ രക്ഷിക്കും. ആ അറിവാണ് നമ്മളെ രക്ഷിക്കുന്നത്. അറിവ് കൊണ്ടല്ലാതെ ലോകത്ത് ഒരാൾക്കും രക്ഷയുണ്ടാവില്ല. അറിവ് എന്ന് പറഞ്ഞാൽ ഈശ്വരനിൽ നിന്നുള്ള അറിവ് എന്ന് വേണം മനസ്സിലാക്കേണ്ടത്. അല്ലാതെ നാം വിദ്യാലയത്തിൽ പോയിട്ട് കുറേ പഠിച്ചു കൊണ്ട് മാത്രം നമ്മൾ യഥാർത്ഥത്തിൽ അറിവുള്ള ആളുകളാകില്ല. ഇപ്പോൾ ഗൃഹസ്ഥാശ്രമികൾ ചെയ്യുന്ന കാര്യങ്ങൾ ഓരോന്നോരോന്നായിട്ട് പറഞ്ഞു തരികയാണ്. നമുക്ക് ജീവിതം മുഴുവൻ ഒരു യജ്ഞമാക്കി മാറ്റുന്നതിന് മുമ്പ് ചെറിയ ചെറിയ തലങ്ങളിൽ അതിനെ പ്രായോഗികമാക്കി കൊണ്ടുവരണം. ആ പ്രായോഗികമായ പ്രാക്ടിക്കലായ മാനം ആണ് യഥാർത്ഥത്തിൽ
പല ഘട്ടങ്ങളിലൂടെ ശ്രീനാരായണ ധർമ്മത്തിൽ പ്രതിപാദിക്കുന്നത്. ഒന്നാമത് 5 തരം യജ്ഞങ്ങൾ ചെയ്യണമെന്ന് പറയുമ്പോൾ ആ 5 തരം യജ്ഞങ്ങൾ എങ്ങനെയുള്ളതാണ്? ബ്രഹ്മയജ്ഞം, പിതൃയജ്ഞം, ദേവയജ്ഞം, ഭൂതയജ്ഞം, മനുഷ്യയജ്ഞം. ഇങ്ങനെ 5 യജ്ഞങ്ങൾ ചെയ്യണം. അപ്പോൾ നമുക്ക് നമ്മുടെ ജീവിതത്തെ ഒന്ന് അനാലിസിസ് നടത്തേണ്ടി വരും, അപഗ്രഥിക്കേണ്ടി വരും. നമ്മളിതൊക്കെ ചെയ്യുന്നുണ്ടോ? നമ്മൾ ജീവിക്കുമ്പോൾ നമ്മുടെ സുഖം മാത്രമേ നോക്കുന്നുള്ളൂ. നമ്മുടെ സുഖം മാത്രമേ നമ്മൾ ജീവിക്കുമ്പോൾ ശ്രദ്ധിക്കുന്നുള്ളൂ. പക്ഷേ പഞ്ചയജ്ഞം ചെയ്യുന്ന ഒരു വ്യക്തി തൻ്റെ സുഖത്തിന് ഉപരി മറ്റുള്ളവരുടെയും മറ്റുള്ള ജീവികളുടെയും പ്രപഞ്ചത്തിൻ്റെയും ഒക്കെ സുഖം ശ്രദ്ധിക്കണം എന്നാണ് പറയുന്നത്. അതാണ് പഞ്ചമഹായജ്ഞത്തിൽ ഏറ്റവും പ്രാധാന്യമായിട്ട് പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് ഓരോ യജ്ഞത്തെക്കുറിച്ചും പറഞ്ഞു. എന്താണ് യഥാർത്ഥത്തിൽ ബ്രഹ്മയജ്ഞം? ബ്രഹ്മയജ്ഞം എന്ന് പറഞ്ഞാൽ ഇവിടെ ബ്രഹ്മം എന്നതിനെ വേദം എന്നും അറിവ് എന്നും ബ്രഹ്മാവ് എന്നൊക്കെ അർത്ഥം എടുക്കാം. വളരെ വ്യാപ്തിയുള്ള ഒരു പദമാണ് ബ്രഹ്മം. എല്ലാ ദിവസവും നമ്മൾ സ്വാധ്യായ നിരതരായിട്ടിരിക്കണം. അതൊരു യജ്ഞമാണ്. സ്വാധ്യായം എന്ന് പറഞ്ഞാൽ എന്താ? പൂർവകാലത്ത് വേദങ്ങൾ പഠിക്കുകയാണ് സ്വാധ്യായം. വേദങ്ങളിൽ പ്രതിപാദിതമായിട്ടുള്ളത് എന്താണ്? അതിൽ ധർമ്മത്തെക്കുറിച്ചും മോക്ഷത്തെക്കുറിച്ചും പറയുന്നുണ്ട്. ധർമ്മവും മോക്ഷവും എന്തെന്ന് മനസ്സിലാക്കണം. അതിന് സ്വാധ്യായം. വേദങ്ങളിൽ പ്രതിപാദിതമായിരിക്കുന്ന അറിവുകൾ എഴുതിയിട്ടുള്ളത് സംസ്കൃത ഭാഷയിലാണ്. ആ സംസ്കൃത ഭാഷ ഋഷിമാരുടെ മേധയിൽ നിന്നും വന്നിട്ടുള്ളതാണ്. അതുകൊണ്ട് അവയെല്ലാം മന്ത്രങ്ങളാണ്. വേദം പാരായണം ചെയ്യുന്നതും ഓതുന്നതുമൊക്കെ ജപം തന്നെയാണ്. പിന്നീട് ആ വേദത്തിൽ പ്രതിപാദിതമായിട്ടുള്ള തത്വങ്ങളും അറിവുകളും ഓരോ കാലഘട്ടത്തിലും ആ കാലഘട്ടത്തിലെ ഋഷീശ്വരന്മാര് അവരുടെ തലമുറയ്ക്ക് പറഞ്ഞു കൊടുത്തുകൊണ്ടിരുന്നു. നമ്മളുടെ കാലഘട്ടത്തിൽ ശ്രീനാരായണ ഗുരുദേവൻ അങ്ങനെ വേദത്തെ ലോകത്തിൻ്റെ മുമ്പിൽ വചിച്ച ഒരു ഋഷിയാണ്. ആ കാലഘട്ടത്തിൻ്റെ ഭാഷ, ആ കാലഘട്ടത്തിൻ്റെ ആവശ്യം ഇതൊക്കെ മനസ്സിലാക്കിയിട്ട് ഈ വേദം ലളിതമായിട്ട് പറഞ്ഞു. അപ്പോൾ ഗുരുദേവ കൃതികൾ പാരായണം ചെയ്യുന്നതും മനനം ചെയ്യുന്നതും വിചാരം ചെയ്യുന്നതും ഒക്കെ ബ്രഹ്മയജ്ഞമാണ്. മറ്റ് ഗ്രന്ഥങ്ങളും അതിൽ പെടുത്താം. വേദം മുതൽ ഇവിടെ വരെയുള്ള ധർമ്മശാസ്ത്രങ്ങളും മോക്ഷശാസ്ത്രങ്ങളും ഒക്കെ നമുക്ക് ബ്രഹ്മയജ്ഞത്തിൻ്റെ ഭാഗമായിട്ട് സ്വാധ്യായം ചെയ്യാം, ജപിക്കാം. ഇനി ജപം മാത്രം ചെയ്താലും അതിലൂടെ എന്തുണ്ടാകുന്നു? നിങ്ങളുടെ ജീവിതം യജ്ഞമായിട്ട് മാറുകയും ചിത്തശുദ്ധി ഉണ്ടാവുകയും ചെയ്യും. അപ്പോൾ ബ്രഹ്മയജ്ഞം എന്നും ചെയ്യണം. യജ്ഞം എന്നത് എന്നും ചെയ്യേണ്ടതാണ്. രണ്ടാമത്തേത് പിതൃണാം തർപ്പണം, പിതൃക്കൾക്കുള്ള തർപ്പണം, പിതൃസംഹിത. ഇതിൽ ഈ യജ്ഞങ്ങളെല്ലാം തന്നെ നമുക്ക് മനസ്സിലാക്കാം. നമ്മൾ എന്തോ ചെയ്തു തീർക്കണം. നമ്മൾ ചെയ്തില്ലെങ്കിൽ നമുക്ക് കിട്ടിയതിൻ്റെ അല്പം പോലും നമ്മളൊന്നും കൊടുക്കുന്നില്ല. അതാണ് യജ്ഞങ്ങൾ ചെയ്യാൻ പറയാൻ കാരണം. ഒന്ന്, ജീവിതം നമുക്ക് യജ്ഞരൂപത്തിലാണ് കിട്ടിയിട്ടുള്ളത്. ഈശ്വരൻ നമുക്ക് ഈ ജീവിതം ഒരു വരദാനം പോലെയാണ് തന്നിരിക്കുന്നത്. അതൊരു ബ്ലെസ്സിങ് ആണ്, ഒരു അനുഗ്രഹമാണ്, ഒരു ഗിഫ്റ്റാണ്, ഒരു ഉപഹാരമാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. ഇത് അനുഭവിക്കുമ്പോൾ ഈശ്വരനെ സ്മരിക്കാതെ നമ്മൾ അനുഭവിക്കാൻ പാടില്ല. അതിന് പാപം എന്ന് പറയും.
അതായത് ഈശ്വരൻ നമുക്ക് തന്ന ഒരു ഉപഹാരം, ഒരു വരദാനം, അത് നമ്മൾ ഈശ്വരനെ സ്മരിക്കാതെ അനുഭവിക്കുമ്പോൾ അതിനെ ഭോഗം എന്നാണ് സാധാരണ പറയുന്നത്. ഭോഗം എന്ന് പറഞ്ഞാൽ ആ ഭോഗം സംസ്കാര രൂപത്തിൽ നിങ്ങളിൽ പാപത്തെയാണ് വയ്ക്കുന്നത്. അതേസമയം ഈശ്വരൻ തന്ന ഈ വരദാനം ഈശ്വരനെ സ്മരിച്ചുകൊണ്ട് നിങ്ങൾ അനുഭവിച്ചു നോക്കൂ. അപ്പോൾ അതിനെ യജ്ഞശിഷ്ടം എന്നാണ് പറയുക. യജ്ഞശിഷ്ടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അമൃതാണത്. അതായത് നിങ്ങളുടെ ഭോഗങ്ങളെല്ലാം അമൃതായിട്ട് മാറുന്നു ഈശ്വര സ്മരണത്തോടു കൂടി അനുഭവിച്ചാൽ. അപ്പൊ ജീവിതം ഈശ്വര സ്മരണത്തോടു കൂടിയിട്ട് അനുഭവിക്കണം. ഈശ്വരനെ ഓർക്കണം, ഇതൊന്നും എൻ്റേതല്ല, ഞാൻ ഈ അനുഭവിക്കുന്ന ഞാനും എൻ്റേതല്ല, രണ്ടും ഈശ്വരൻ്റെതാണ്. അനുഭോക്താവായ ഞാനും ഭോഗ്യവിശ്വവും രണ്ടും ഈശ്വരൻ്റെതാണ് എന്ന് ഓർത്തുകൊണ്ട് ഞാൻ അനുഭവിക്കുന്നു എന്നുള്ള തോന്നലില്ലാതെ ഈശ്വരൻ്റെ തന്നെ ആവിഷ്കാരമായ ഭോഗ്യവിശ്വത്തെ അനുഭവിക്കുന്നു എന്നുള്ള ആ ഭാവത്തിൽ അനുഭവിക്കുമ്പോൾ ഒരു അനുഭവവും പാപപങ്കിലമാവുകയില്ല. എല്ലാ അനുഭവങ്ങളിലും അമൃതം ഉണ്ടായിരിക്കും. അമൃതം എന്ന് പറയുന്നത് ഏതെങ്കിലും പാലാഴിയിൽ കടഞ്ഞതല്ല, അത് പുരാണ കഥ. അങ്ങനെ ഒരു അമൃതം ആരും കടഞ്ഞെടുത്തിട്ടില്ല. ദേവന്മാരും അസുരന്മാരും അമൃതമഥനം നടത്തി എന്നൊക്കെയുള്ള കഥയാണ്. അങ്ങനെ അമൃതകുംഭം ഉണ്ടായി എന്നൊക്കെ പറയുന്നത് അത് കഥാരൂപത്തിൽ ഏതിനെക്കുറിച്ച് പറയുന്നു? നാം യജ്ഞരൂപത്തിൽ ജീവിക്കുമ്പോൾ അതിൽ നിന്ന് അമൃത് ഉറന്നു വരുന്നത് നാം മനസ്സിലാക്കണം. അല്ലെങ്കിൽ അതിൽ നിന്ന് കാളകൂടം വരുന്നു. യജ്ഞം അല്ലെങ്കിൽ എന്ത് വരും? കാളകൂടം ഉണ്ടാകുന്നു. കാളകൂട സംസ്കാരമാണ് ഏറെക്കുറെ മനുഷ്യരിൽ ഇരിക്കുന്നത്. കാരണം എന്താ? ഭോഗ്യരൂപത്തിലാണ് അവർ ലോകത്തെ അനുഭവിക്കുന്നത്, യജ്ഞരൂപത്തിലല്ല. അപ്പോ ഭഗവത്ഗീതയിൽ പറയുന്നുണ്ട്, സഹയജ്ഞ പ്രജാസൃഷ്ട്വ പുരോവാച പ്രജാപതി അനേന പ്രസവിഷ്യധ്വം ഏഷവോസ്തിഷ്ഠ കാമധുഗ്. സഹയജ്ഞ, യജ്ഞത്തോടു കൂടിയിട്ട്, പ്രജാ സൃഷ്ട്വ, പ്രജകളെ, ഈ പ്രപഞ്ചത്തിലെ എല്ലാറ്റിനെയും പ്രജാപതി സൃഷ്ടിച്ചു, ഈശ്വരൻ സൃഷ്ടിച്ചു. എന്നിട്ട് പറഞ്ഞു, അനേന പ്രസവിഷ്യധ്വം, ഈ യജ്ഞം കൊണ്ട് നീ ഇനി വർദ്ധിച്ച് പെരുകി പെരുകി വരാനാണ് പറഞ്ഞത്. യജ്ഞത്തിലൂടെ മാത്രമാണ് നീ ഇവിടെ ജീവിക്കാൻ പാടുള്ളൂ ഈ ഭൂമിയിൽ. കാരണം യജ്ഞരൂപത്തിലാണ് ഞാൻ ഈ പ്രപഞ്ചത്തെ സൃഷ്ടിച്ചത് എന്ന് ഈശ്വരൻ സൃഷ്ടിയിൽ തന്നെ യജ്ഞം ഇരിക്കുന്നുണ്ട്. യജ്ഞം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ സൃഷ്ടിയും ഈശ്വരനിൽ അർപ്പിതമായിട്ട് ജീവിക്കണം എന്നുള്ള വ്യവസ്ഥ ഈ ഓരോന്നിലിരിക്കുന്നുണ്ട്. ഒരു പുൽക്കൊടിയിൽ പോലും ഉണ്ട് അത്. പക്ഷെ പുൽക്കൊടിയെ സംബന്ധിച്ചിടത്തോളം ഈശ്വരനിൽ നിന്ന് വേറിട്ട ഒരു ജീവിതത്തിനുള്ള സാധ്യത അതിനില്ല. കാരണം ഈശ്വര നിശ്ചയം പോലെയാണ് ഒരു പുൽക്കൊടിക്ക് വളരാനും അന്നം കണ്ടെത്താനും വികസിക്കാനും പറ്റുള്ളൂ. പക്ഷെ മനുഷ്യൻ മാത്രമാണ് ഈശ്വര നിശ്ചയത്തിൽ നിന്ന് മാറി സഞ്ചരിക്കുന്ന ഒരു ജീവി. അതുകൊണ്ട് പറയാണ്, മനുഷ്യനാണ് യജ്ഞരൂപത്തിൽ ഇനി ഇവിടെ പ്രവർത്തിക്കേണ്ടത്. അവൻ്റെ മനസ്സ് ഈശ്വരാർപ്പിതമാക്കിയിട്ട് ചെയ്യണം. മൂന്നാമത് ദേവയജ്ഞമാണ്. ദേവം എന്ന് പറഞ്ഞാൽ ദൈവം എന്നല്ല ഇവിടെ എടുക്കേണ്ടത്. ദൈവം ഒന്നേയുള്ളൂ. ദേവയജ്ഞം എന്ന് പറഞ്ഞാൽ ഈശ്വരന്റെ സൃഷ്ടിയാണ് ഈ പ്രപഞ്ചം. ഈശ്വരന്റെ സൃഷ്ടിയായ ഈ പ്രപഞ്ചത്തില് നിരവധി ശക്തികൾ നമുക്ക് കാണാൻ കഴിയും. ഇവിടെ ഇരിക്കുമ്പോൾ തന്നെ കാറ്റ് വീശുന്നത് കാണാം. ആ കാറ്റ് വന്ന് നമ്മുടെ മേത്തടിക്കുന്നു. വെളിച്ചം, മഴ, ഇടിമിന്നൽ, ഇവയൊക്കെ ശക്തികളാണ്. ഈ പ്രകൃതിയിലുള്ള ഈ ശക്തികളെ ആണ് വാസ്തവത്തിൽ ദേവന്മാരെന്ന് പറയുന്നത്. ദേവന്മാരെന്ന് പറയുന്നത് അഗ്നി, ഇന്ദ്രൻ, വരുണൻ എന്നൊക്കെ പറയുമ്പോൾ
നമ്മൾ നമ്മളുടെ ഇമാജിനേഷൻ ഉപയോഗിച്ചിട്ട് അവർക്ക് ഒരു മനുഷ്യരൂപം കൊടുക്കും. വാസ്തവത്തിൽ അവർക്ക് മനുഷ്യരൂപമൊന്നുമില്ല. മനുഷ്യരൂപം വരുന്നത് മാനുഷികമായിട്ട് ചിന്തിക്കുമ്പോഴാണ്. യഥാർത്ഥത്തിൽ മഴയുടെ രൂപം എന്താണ്? ജലത്തിൻ്റെ രൂപം എന്താണ്? അഗ്നിയുടെ രൂപം എന്താണ്? അഗ്നി ഒരു ദേവനാകുമ്പോൾ അഗ്നിക്ക് ചിലപ്പോൾ മനുഷ്യരൂപം മനുഷ്യൻ സങ്കല്പിക്കും. അതെന്തിനു വേണ്ടിയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ ദേവന്മാരെ നാം ആദരിക്കണം, അവരെ മനസ്സിലാക്കണം. അതുകൊണ്ട് ദേവന്മാർക്ക് യജ്ഞം ചെയ്യുന്നത് ആണ് യഥാർത്ഥത്തിൽ നാം ഇവിടെ ഒരു ഹോമം ചെയ്യുന്ന സമയത്ത് ദേവന്മാരെ കൂടി നമ്മളുടെ നന്ദി പ്രകടിപ്പിക്കുകയാണ്. നമുക്ക് വേണ്ട സമയത്ത് മഴ തരുന്നു. അപ്പോൾ നോക്കൂ, മഴ പെയ്യുന്നില്ല. തമിഴ്നാട്ടിൽ മഴ പെയ്യുന്നില്ല. തമിഴ്നാട്ടുകാരപ്പോൾ അവിടുത്തെ നദി അടച്ചു, അണക്കെട്ട് അടച്ചു. കാരണം അവർക്ക് വെള്ളമില്ല. പിന്നെ നമുക്ക് എങ്ങനെ തരാൻ കഴിയും? അപ്പൊ ഇവിടെയുള്ളവർക്ക് സഹിക്കാൻ കഴിയുന്നില്ല. കർണാടകക്കാരുടെ നദിയിൽ നിന്ന് തമിഴ്നാട്ടുകാർക്ക് വെള്ളം കൊടുക്കണം. വെള്ളം കൊടുക്കാൻ പറ്റുന്നില്ല, വെള്ളമില്ലാത്തത് കൊണ്ട്. ഇപ്പൊ ലോകത്തിൽ ഇനി വരാനിരിക്കുന്ന ഏറ്റവും വലിയ യുദ്ധം ജലത്തിനു വേണ്ടിയുള്ളതാണ്. അതിനർത്ഥം നമുക്ക് കാലാകാലത്ത് കിട്ടിക്കൊണ്ടിരിക്കേണ്ടുന്ന മഴ കിട്ടുന്നില്ല. ഗുരുദേവൻ അർദ്ധനാരീശ്വര സ്തവം എന്നൊരു സ്തോത്രം എഴുതിയിട്ടുണ്ട്. അതില് മഴ പെയ്യണമെന്നാണ് പ്രാർത്ഥിക്കുന്നത്. നമ്മൾ പ്രാർത്ഥിക്കാറുണ്ടോ? പക്ഷേ നമ്മൾ പ്രാർത്ഥിക്കണം എന്ന് തന്നെയാണ് പറയുന്നത്. മഴ ഒരു ദേവനാണ്. ആ ദേവൻ നമ്മളെ കനിയണം, പ്രകൃതി കനിയണം. ഈശ്വരൻ ഒന്നേ ഉള്ളൂ എങ്കിലും ഓരോ പ്രകൃതി ശക്തിയോടും നമ്മൾ നമ്മുടെ പ്രാർത്ഥനയായിട്ട് പറയണം. കുറച്ച് ദിവസം കഴിഞ്ഞ് അവിടെയൊക്കെ പുല്ലുകളൊക്കെ കരിയാൻ തുടങ്ങും. മഴയില്ലാതെ കരിഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് ഈ പുല്ലിൻ്റെ അകത്ത് നിന്നൊരു ഗദ്ഗതം ഉണ്ടാകുന്നുണ്ടെന്നാണ് പറയുന്നത്, വെള്ളത്തിന് വേണ്ടിയിട്ട്. അത് മഴ ദൈവം കേൾക്കും. കാരണം എങ്ങനെയാണ്? ഈ പുല്ലിൻ്റെ അകത്തിരിക്കുന്ന ദൈവവും മഴയുടെ അകത്തിരിക്കുന്ന ദൈവവും ഒന്ന് തന്നെയാണ്, അത് രണ്ടല്ല. അപ്പോഴാണ് പുല്ലിൻ്റെ ഗദ്ഗതം കേട്ടിട്ട് ഒരു കാർമേഘം അതിൽ പറന്നു പോകുന്നത് അവിടെ നിൽക്കും കുറച്ചു നേരം. അത് തണുത്ത് മഴത്തുള്ളിയായിട്ട് അതിൻ്റെ മുകളിലേക്ക് വീഴും. അതാണ് പുല്ലിൻ്റെ പ്രാർത്ഥന. മഴ കേൾക്കുന്നു. ഈ പ്രകൃതികൾ മുഴുവനും, പ്രകൃതിയുള്ള സർവശക്തികളും ഇന്റർലിങ്ക്ഡ് ആണ്, പരസ്പരം ചങ്ങല പോലെ കെട്ടിയിട്ടിരിക്കുകയാണ് എല്ലാം. നമ്മൾ വിചാരിക്കുന്നു ഇതൊന്നും അറിയില്ല, ഇതെല്ലാം ജഡമാണ് എന്നാണ് നമ്മൾ കരുതുന്നത്. ഈ പ്രകൃതിയെല്ലാം ജഡമാണ്. അത്തരം തോന്നലുകളെല്ലാം ഭൗതിക ശാസ്ത്രത്തിൻ്റെയും ഭൗതിക ജീവിതത്തിൻ്റെയും ഒക്കെ ഒരു തെറ്റായിട്ടുള്ള അബദ്ധമായിട്ടുള്ള ധാരണയാണ്. നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കണം, ഈ പ്രകൃതി നമ്മേക്കാൾ നന്നായി എല്ലാറ്റിനെയും അറിയുന്നുണ്ട്. ഈ കാറ്റ് വീശുമ്പോൾ ഈ ചെടികൾക്കറിയാം, അതിൻ്റെ ഉള്ളിലൊരു സംവേദനമുണ്ട്. ആ സംവേദനത്തെ നമ്മൾ മനസ്സിലാക്കുന്നില്ല. അതുകൊണ്ട് ഏറ്റവും വലിയ ഒരറിവ് പ്രകൃതി ചൈതന്യവത്താണെന്നാണ്. പ്രകൃതിയിലൊന്നും ജഡമില്ല, ജഡത്വമുണ്ടെന്ന് നമ്മൾ ആരോപിക്കുന്നതാണ്. അതുകൊണ്ട് ദേവന്മാരെ സന്തോഷിപ്പിക്കണം എന്ന് പറയുമ്പോൾ യജ്ഞരൂപത്തിൽ അവർക്ക് കൊടുക്കാനുള്ളത് കൊടുക്കണം. അവരിൽ നിന്ന് എടുത്താൽ മാത്രം പോരാ, പ്രകൃതിയിൽ നിന്ന് നാം എടുത്താൽ മാത്രം പോരാ, അവർക്ക് കൊടുക്കാനുള്ളത് കൂടി കൊടുക്കണം. അവിടെയാണ് മനുഷ്യൻ ഉത്കൃഷ്ടനായിട്ട് തീരുന്നത്. ഭഗവത്ഗീതയിൽ പറയുന്നുണ്ട്, ഇഷ്ടാൻ ഭോഗാൻ ഹിവോ ദേവാഹ ദാസ്യന്തേ യജ്ഞഭാവിതാഹ തൈർദത്താന പ്രദായേഭ്യോ യോ ഭുങ്ക്തേ സ്തേന ഏവ സഹ. അതായത് ദേവന്മാര് തരുന്ന നമ്മളുടെ, അതായത് പ്രകൃതി ശക്തികൾ തരുന്ന നമ്മുടെ ഇഷ്ടഭോഗങ്ങൾ നമ്മൾ ആവോളം എടുത്ത് ആസ്വദിക്കുകയും അനുഭവിക്കുകയും ഭോഗിക്കുകയും ഒക്കെ ചെയ്തിട്ട് അവർക്കൊന്നും കൊടുക്കാതിരിക്കുക.
നാം എല്ലാം എടുക്കുന്നു. നാം എടുക്കുന്നവൻ മാത്രമാണ്, നമ്മൾ ഒന്നും കൊടുക്കുന്നില്ല. അങ്ങനെ അപ്രദായേഭ്യ എന്ന് പറഞ്ഞാൽ ഒന്നും കൊടുക്കാത്തവനായിട്ട്, തിരിച്ചൊന്നും കൊടുക്കുന്നില്ല, നമ്മളെടുത്ത് അനുഭവിക്കുക മാത്രം ചെയ്യുന്നു. അവനെ എന്തു പറയുന്നു? യോ ഭുങ്ക്തേ സ്തേന ഏവ സഹ. സ്തേന എന്ന് പറഞ്ഞ കള്ളൻ എന്നാണ്. അവനാണ് യഥാർത്ഥത്തിൽ കള്ളൻ. സ്തേനഹ എന്ന് പറഞ്ഞാൽ കള്ളൻ. ഭഗവത്ഗീത പറയുന്നു അവനാണ് കള്ളൻ. കള്ളൻ എന്ന് പറഞ്ഞാൽ യഥാർത്ഥത്തിൽ പ്രകൃതിയിൽ നിന്ന് എടുത്തിട്ട് നമ്മൾ അനുഭവിക്കുകയും ഒന്നുപോലും നമ്മളുടെ മനസ്സോ സങ്കല്പമോ അർപ്പണമോ ഒന്നും കൊടുക്കാതെ ഇതെല്ലാം അനുഭവിക്കുമ്പോൾ അവൻ കള്ളനാണ്, അവനാണ് യഥാർത്ഥത്തിൽ കള്ളൻ എന്ന് ഭഗവത്ഗീത പറയുന്നു. എത്ര ശരിയാണ്. അതുകൊണ്ട് ദേവയജ്ഞം നമ്മൾ ചെയ്യണമെന്ന് തന്നെ പറയണം. ഭൂതയജ്ഞം എന്ന് പറഞ്ഞാൽ ഈ പ്രകൃതിയിലെ ജീവജാലങ്ങൾക്കെല്ലാം ഈ പ്രകൃതി ഉള്ളതാണ്, നമുക്ക് മാത്രം ഉള്ളതല്ല. നമ്മൾ ധരിച്ചു വച്ചിരിക്കുന്നത് പോലെ മനുഷ്യന് വേണ്ടിയാണ് ഈ പ്രകൃതി ഉണ്ടായിട്ടുള്ളതെന്ന് ചില മതങ്ങൾ വരെ പഠിപ്പിക്കുന്നുണ്ട്. അതും അബദ്ധധാരണയാണ്. പ്രകൃതി മറ്റ് ജീവികൾക്കും കൂടിയുള്ളതാണ്. അതുകൊണ്ട് നാം കൂടുതൽ കൈവശപ്പെടുത്തുമ്പോൾ ഒരു കാര്യം മനസ്സിലാകണം, അവർക്കും അർഹതപ്പെട്ടത് അവർക്ക് കൊടുക്കണം. അപ്പം നാം എടുത്തു വെച്ചതിൽ നിന്ന് ധാന്യങ്ങളാകട്ടെ എല്ലാം അവർക്ക് കൊടുക്കണം. ഭക്ഷണമാകട്ടെ വെള്ളമാകട്ടെ അവർക്ക് കൊടുക്കണം. അത് ഏത് ജീവികളൊന്നും നോക്കണ്ട. സാധാരണ നമ്മൾ വളർത്തുപട്ടിക്ക് തീറ്റ കൊടുക്കും, അതല്ല യജ്ഞം. കാരണം ഒരു വളർത്തുപട്ടിക്ക് തീറ്റ കൊടുക്കുമ്പോൾ അത് വാലാട്ടുന്നത് കൊണ്ട് നമ്മൾ കൊടുക്കുന്നത്. നമ്മുടെ അഹങ്കാരം പറയുന്നത് തീറ്റ കൊടുത്താൽ അത് വാലാട്ടുന്നുണ്ടല്ലോ, ആ വാലാട്ടുന്നത് നന്ദിയാണ്. അത് നന്ദി കാണിക്കുന്നു എന്നുള്ളത് കൊണ്ടാണ് നമ്മൾ അത് കൊടുക്കുന്നത്. വാസ്തവത്തിൽ മറ്റ് ജീവികളുടെ ഭാഷ നമുക്ക് അറിയുന്നില്ല. പട്ടിയുടെ ഭാഷ നമുക്കറിയാം. മറ്റ് ജീവികൾക്കും കൊടുക്കുമ്പോൾ അവരുടെ മനസ്സ് പ്രസന്നമാകും, അതിൻ്റെ അനുഗ്രഹം നിങ്ങൾക്കുണ്ടാകും. അതുകൊണ്ട് ഭൂതയജ്ഞം ചെയ്യണം. മനുഷ്യയജ്ഞത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് അതിഥികള്, വർണ്ണാശ്രമികള്, ആർത്തന്മാര്, വൃത്യന്മാര്, ഇവർക്കൊക്കെ എന്താണ് നമ്മുടെ കയ്യിലുള്ളത്? ഗൃഹസ്ഥൻ്റെ കയ്യിൽ ഭക്ഷണമുണ്ട്, സമ്പത്തുണ്ട്, വസ്ത്രമുണ്ട്, ആതിഥേയത്വമുണ്ട്, കിടക്കാനായിട്ടൊരു ഇത് കൊടുക്കാം, ഇതൊക്കെ അവന് കൊടുക്കാം. അപ്പൊ ഗൃഹസ്ഥന് ഇതെല്ലാം ചെയ്യുമ്പോഴാണ് യഥാർത്ഥ ഗൃഹസ്ഥനാകുന്നുള്ളൂ എന്നാണ് ശ്രീനാരായണ ധർമ്മം പറയുന്നത്. അതുകൊണ്ട് പഞ്ചമഹായജ്ഞം എന്തെന്ന് നമുക്ക് നോക്കാം.